sorry ass DJ. മോളെ അനഘി, എഴുന്നേറ്റില്ല നീ? ഇന്ന് നിനക്ക് നേരത്തെ പോണെന്നല്ലേ പറഞ്ഞു? അയ്യോ എന്റെ പൊന്നമ്മേ, ഞാൻ എഴുന്നേറ്റു, റെഡി ആവുകയും ചെയ്തു. ഇനി വല്ലതും കഴിക്കാൻ തന്നെ ഞാൻ വേഗം പോവാൻ നോക്കാം. ഇന്ന് എല്ലാ ദിവസത്തെക്കാട്ടും കുറച്ച് സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? അതൊന്നുമില്ല അമ്മ, സഹദേവൻ സാറിന്റെ മോൻ ഇന്ന് ഇൻചാർജ് ചെയ്യല്ലേ സിഇഒ ആയിട്ട്. അധികം ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഓവർടൈം ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൂടി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതിന്റെ സന്തോഷത്തിലാ. നിന്റെ അച്ഛൻ വരുത്തി വെച്ച ബാധ്യതകൾ തീർക്ക് എൻ്റെ കുട്ടി എത്ര നേട്ടോട്ടായി ഓടുന്നത്. നിനക്കും വേണ്ട മോളെ സന്തോഷമായിട്ടൊരു ജീവിതം. എൻ്റെ അമ്മേ, അച്ഛൻ മേടിച്ച് തീർത്തതെന്നല്ലോ ബാധ്യതകൾ. നമ്മുടെ ബിസിനസ് തകർന്നപ്പോൾ ഉണ്ടായതല്ലേ, അതിനെക്കുറിച്ച് പറയാതെ അമ്മേ. ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ്. അതും പറഞ്ഞ് വെറുതെ മുഖം വിരിപ്പിക്കാതെ നല്ലൊരു ദിവസമായിട്ട് എനിക്ക് വല്ലതും കഴിക്കാൻ തന്നെ. ഞാൻ പോകാൻ നോക്കട്ടെ. എനിക്ക് മതി അമ്മേ, ഫുള്ളായി. ഞാൻ പോകാൻ നോക്കട്ടെ, ഇനി നിന്ന് നേരം വൈകും. ബായ് മോളെ അനഘേ. എപ്പോൾ നോക്കിയാലും ജോലി എന്ന് മാത്രമേ പെൺകുട്ടിക്ക് വിചാരമുള്ളൂ. എപ്പോഴും വീടുള്ള ജീവിതം നോക്കുന്നതെന്നാവും. എന്തിനാ മഹേഷ് ഏട്ടാ എന്നെയും മോളെയും തനിച്ചാക്കി ഒരു കയറുത്തുമ്പിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചത്? ഞങ്ങളെയും കൂടി കൊണ്ടുപോകാറുന്നല്ലേ. എൻ്റെ മോളെ കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാനെൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ അനഘ. നേരത്തെ കണ്ടത് എൻ്റെ അമ്മയാണ് കേട്ടോ, ലക്ഷ്മി. പിന്നെ എൻ്റെ അച്ഛൻ മഹേഷ് ഞങ്ങളെ വിട്ട് പോയി. അദ്ദേഹത്തിന് ഭാരങ്ങളെ ചുമക്കാൻ താല്പര്യമില്ലാത്ത കാരണം എൻ്റെ തലയിൽ എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ച് അങ്ങമ്മേ പോട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. പാവം. പിന്നെ ഞാനിവിടെ കിടന്ന് നെട്ടോട്ട് ഓടുന്നു, എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അയ്യോ അയ്യോ, ആരെയാ ഞാനിപ്പോ കൊന്നത്? ഈശ്വര, കുട്ടി എന്തെങ്കിലും പറ്റി? ഒന്നും പറ്റിയില്ലേട്ടാ. സോറി, റിയലി സോറി. പെട്ടെന്ന് ധൃതി പിടിച്ച് വന്നോണ്ട് തൻ്റെ മേത്ത് വണ്ടി കയറിയത്. അല്ല, വണ്ടി കയറിയില്ലല്ലോ അല്ലേ? കയറാൻ വന്നത് തനിക്ക് മനസ്സിലായോ? അവിടെ നിന്നും പ്രസംഗിക്കാതെ എന്നെ ഒന്ന് ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കോ? അയ്യോ, വീണ്ടും സോറി. താൻ കൈയാട്ട് എനിക്ക്. കുട്ടി, താൻ എണീറ്റെന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ധൃതി പിടിച്ച് വന്നോണ്ടാണേ വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കാം. ക്ഷമിക്കാനായി. അയ്യോ അയ്യോ അയ്യോ, എന്താ എവിടെയെങ്കിലും പൊട്ടലോ ചീറ്റലോ എന്തെങ്കിലും ഉണ്ടോ? വാ, ഹോസ്പിറ്റലിൽ പോവാം, കൊണ്ടുപോവാം. അയ്യോ അതൊന്നല്ല, എനിക്ക് ഓഫീസിൽ പോകാൻ നേരം വൈകി. എൻ്റെ ടൈം പോകണു. ഞാൻ പോവാണേ. പിന്നെ തെറ്റെന്തേല, ഞാൻ മാനത്ത് നോക്കി നടന്നോണ്ടാ എനിക്ക് താഴെ വീഴേണ്ടി വന്നത്. ടാറ്റാ, സോറി. അല്ല കുട്ടി, അയ്യോ എൻ്റെ സോറി വെറുതെ വേസ്റ്റ് ആയി പോയോ? അപ്പൊ ഞാൻ തെറ്റ് ചെയ്തല്ലേ? സാരമില്ല, ഇത്രയും ക്യൂട്ടായൊരു പെൺകുട്ടിക്കല്ലേ, സോറി അല്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? ഞാനെന്താ ഈ ഭയങ്കര പോലെ വർത്താനം പറയുന്നത്? ഇതൊക്കെ സിനിമയിൽ നടക്കുന്നതേ. സിദ്ധാർത്ഥ്, ഇത് ലൈഫാണ്. എന്തായാലും കാണാൻ കൊള്ളാം. കാണാൻ യോഗം ഉണ്ടെങ്കിൽ ഇനിയും കാണും. ഗുഡ് മോർണിംഗ് എവരിബഡി. നയന, ഗുഡ് മോർണിംഗ്. നല്ല ടൈമിങ്ങാ. നമ്മുടെ പുതിയ സിഇഒ വന്നിട്ടുണ്ട്. ആള് ഭയങ്കര കലിപ്പനാ. ഇത്ര നേരം വൈകിട്ടാണോടി ഇന്നത്തെ ദിവസം കയറി വരുന്നത്? ഫസ്റ്റ് ഡേ തന്നെ ശരിയാക്കി തരും നിന്നെ. ഫസ്റ്റ് ഡേ എനിക്കല്ല, പുതിയ സിഇഒയ്ക്കല്ലേ. പിന്നെ ഒന്നാമത് ഞാൻ കറക്റ്റ് സമയത്തിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ആള് നേരത്തെ വന്നതിന് എന്നെ എന്ത് പറയാനാ? നീ നന്നാവത്തില്ല. ഇതുപോലെ തന്നെ ചിരിച്ചോണ്ടിരിക്കണേ. ആ സാർ ഇങ്ങനെ ചീത്ത പറയുമ്പോഴും. സിദ്ധാർത്ഥ സാറെന്നാ പുതിയ സിഇഒയുടെ പേര്. പിന്നെ സാറ് ആ റൂമിലുണ്ട്. സാറിൻ്റെ ഒപ്പം രാകേഷ് സാറും ഉണ്ട്. ചെല്ലേ, അവിടെ ചെന്ന് മേടിക്കാളൊക്കെ മേടിച്ചോ. ഓക്കെ മൈ നൈന, ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കും കുറച്ച് വന്നിട്ട് തരാം. ഈ പെണ്ണ് മേക്കമ്മി ചോദിക്കാതെ കയറേണ്ടിയിരുന്നില്ല. എന്ത് കാഴ്ചയത്? ഞാൻ പറയട്ടെ സിദ്ധു, ഒന്നും മാറി നിൽക്കരുത്, ഓഫീസാണ്. എന്തോടാ നമ്മളല്ലേ? എടാ നമ്മൾ മാറി നിൽക്കാൻ. മാറിക്കടാ, ഓഫീസിലാണോടാ ഇതൊക്കെ? താനോ? ഹായ് സാർ, ഞാനാ സാറിൻ്റെ PA. സാർ സിദ്ധാർത്ഥ് സാറല്ലേ? അനഘ, ഇതന്നെ സിദ്ധാർത്ഥ്, നമ്മുടെ ന്യൂ സിഇഒ. താനാണോ PA? ഇത്ര നേരം വൈകിട്ടാണോ വരുന്നത്? സോറി സാർ, ഞാൻ വരുന്ന വഴിക്കൊന്ന് വീണ് പോയി, അതുകൊണ്ടാ. പിന്നെ 5 മിനിറ്റ് ഞാൻ വൈകിട്ടുള്ളൂ, ഒരുപാട് വൈകിട്ടില്ല. ഇനി ഞാൻ ആവർത്തിക്കത്തില്ല സാർ, സോറി.
ഐ എം വെരി സോറി സർ. Oh, so cute. ഓ സിദ്ധാർത്ഥ് ടൈമിട്ടാണല്ലേ. ആ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഫസ്റ്റ് ടൈം അല്ലേ, ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കണം. പഞ്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. ഓക്കെ, ഞാൻ ശരി. സഹദേവൻ സാറ് സിദ്ധാർത്ഥ സാറിനെ കുറിച്ച് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അനക ദോ താൻ ഏത് ലോകത്താ? അയ്യോ സോറി സർ, ഞാൻ പോന്നു. ബൈ. എടാ സിദ്ധു, നിനക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്തിനോടാ വെറുതെ ഈ അനങ്ങോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? ആ കുട്ടി ആദ്യമായിട്ടാ ഇങ്ങനെ ലേറ്റ് ആവുന്നത്. ഒന്നാതെ ഇവിടുത്തെ ഓളി മോളാള്. എടാ അങ്ങനെ പറയില്ലടാ, ആദ്യത്തെ ദിവസമല്ലേ, എല്ലാവരും ഇതിൽ സോഫ്റ്റ് ആണെന്ന് അറിയിക്കേണ്ട വെച്ചിട്ട് അത്ര റൂഡായിട്ട് പെരുമാറിയത്. പിന്നെ അനക ആ കുട്ടീനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എടാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓ നിന്റെ വണ്ടിക്ക് മുന്നേ വട്ടം ചാടി ആ കൊച്ച്, അതറിയായിരുന്നോ നിന്റെ ഫസ്റ്റ് ലവ് ഇൻ ഫസ്റ്റ് സൈറ്റ്? ഒന്ന് പോടാവുന്നു വെറുതോരൊന്ന് പറയാതെ. ഓ ചെക്കൻ്റെ ഒരു നാണം കണ്ടില്ല. എന്തായാലും സെലക്ഷൻ കൊള്ളാം. അനക നിന്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് അവള്. അതും പറയുന്നത് ഇവിടുത്തെ ഓളും ഗേളാണ്. എനിക്ക് അതുപോലെ ഒരു പി എ കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് എത്ര വിഷമമുണ്ടെന്ന് അറിയോ. കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എത്ര നന്നായി ഹാൻഡിൽ ചെയ്യാൻ അവൾക്ക് പറ്റും. കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും, അത് ചിരിച്ചുകൊണ്ട്. എപ്പോഴും അവളുടെ മുഖത്ത് ചിരി ഉണ്ടാവും. അത് അവളുടെ ഹൈലൈറ്റ് തന്നെ. എടാ നമ്മൾ രണ്ടുപേർക്ക് ഈ കമ്പനിയിൽ അവകാശമുണ്ട്. അതും പറഞ്ഞ് എന്റെ പി എന് അവകാശം പറയാൻ വരരുത്. നിനക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പി എ സ്വന്തമായിട്ടുണ്ടല്ലോ, അതിനെ പോയി നോക്കിയാൽ മതി. എഴുന്നേറ്റ് പോടാ, എനിക്ക് വർക്ക് ചെയ്യണം. ഗെറ്റ് ഔട്ട്. എടാ എടാ ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോയ പോലെയാണല്ലോ ഇതിന്റെ വർത്താനം കേൾക്കുക. എനിക്ക് അതുപോലെ ഒരു പി എ വേണമെന്നേ പറഞ്ഞുള്ളൂ. ഓ ചെക്കന് അവളുടെ ലവൻ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയ പിന്നെ എന്താ പ്രോസസീവ്നെസ്. ഞാൻ പോണു, നീ തന്നെ നിന്റെ പി എ വെച്ചോ. നൈനൂസേ, നീ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണോ? നൈനൂസേ, എന്താണ് കൊച്ചേ, ഈ വർക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നാ എൻ്റെ ബോസിൻ്റെ ഉത്തരവ്. നിനക്കിതെന്താ പറ്റി? നൈനൂസേ, നമ്മുടെ ഒരാളൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ആ വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ ആ വ്യക്തി മറ്റാൾ പറഞ്ഞ പോലെ അല്ലെങ്കിലോ? നീ ഇതെന്തായി പറയുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഏത് വ്യക്തിയെ കുറിച്ച് ആരോടാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സാർ, എന്തിനാ കേസ് സാർ? ഞാൻ തന്നവർക്ക് തന്റെ കംപ്ലീറ്റ് ആയോ? താൻ എനിക്ക് 1:30 എത്തിക്കാന്ന് പറഞ്ഞതാ. ആ കംപ്ലീറ്റ് ആവുന്നു സാർ. 1:30 ആയിട്ടില്ല, 10:30 ആയിട്ടുള്ളൂ. സമയമുണ്ട് സാർ. 1:30 എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ എത്തിക്കുകയൊക്കെ ചെയ്യാം. 1:30 തന്നെ എത്തിക്കാൻ നോക്കരുത്. തന്റെ ക്യാബിനറ്റ് തന്നെ. പൂച്ചക്കുഞ്ഞെ, സാർ നിന്നോട് ഇപ്പൊ ക്യാബിലേക്ക് ചെല്ലാനാ പറഞ്ഞു. ഇവിടെ വാപ്പൊളിച്ചിരിക്കാതെ പോടി. സാർ എന്തിനാ സാർ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? 10 മണിക്ക് വർക്ക് എന്നിട്ട് 10:30 ആകുമ്പോഴേക്കും തീർത്തരാൻ ഞാൻ വല്ല മാന്ത്രിക ശക്തിയുള്ള ഭൂതമൊന്നല്ല സാർ. 1:30 ആകുമ്പോഴേക്കും ഞാൻ തീർത്തരാം സാർ. പ്ലീസ് സാർ, പ്ലീസ്. ഞാൻ ദേഷ്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുമോ? സാർ അടുത്തേക്ക് എന്തിനാ വരുന്നത്? സാർ ഇത് ഓഫീസാണ്, പ്ലീസ്. ആ എന്നെ ഞാനെ കൊച്ചേ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്നൊന്ന് ഹഗ് ചെയ്തൂടെ? അത് ഞാൻ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3. മതി, ഞാൻ പോകുന്നു. ആരെങ്കിലും കണ്ടുവന്ന ബൈ. ഇത് ഓഫീസാ. നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോളാടി പൊന്നു ഭാര്യ നയനക്കൊച്ച്. വെറുതെ വിളിച്ചു വരുത്തി എൻ്റെ നേരം കളഞ്ഞ് അങ്ങേരിക്ക് എന്തായി കിട്ടാൻ പോകുന്നതെന്നോ? ഇനി 1:30 ആകുമ്പോഴേക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ഓഹ് എപ്പോൾ കഴിയുമെന്തോ. ചോദിക്കണോ? നയനക്കൊച്ചേ, രാകേഷ് സാറ് നിന്നെ ശരിക്കും ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? ആൾക്ക് വേറെ അഫെയറൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തോന്ന്? നീ ഇതെന്താ ചോദിക്കുന്നത്? അത് വെറുതെ ചോദിച്ചെന്നല്ലോ. നിങ്ങളുടെ റിലേഷൻ ഇതുവരെയായിട്ടും ആരോടൊപ്പം ഓഫീസിൽ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് വേറെ ഒന്നുമല്ലടാ. എൻ്റെ ക്വാളിഫിക്കേഷനിൽ എനിക്കിവിടെ ജോബ് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഹസ്ബൻഡ് റെക്കമെൻഡേഷൻ അല്ല. ഇവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ കമ്പനി നോക്കി നടത്താൻ. അതാ. നീ വർക്ക് ചെയ്തോ? ഞാൻ ചുമ്മാ ചോദിച്ചെന്നല്ലോ. ഇത് ഓഫീസാ, അതൊന്നും സാരം. അവര് തമ്മിൽ നല്ല ക്യൂട്ടാ, നല്ല ചേർച്ചയാണല്ലോ. അയ്യേ, ഞാൻ എന്തൊക്കെയാ പറയുന്നത്? പാവ എൻ്റെ നയന, അവളെ വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ സാറും സിദ്ധാർത്ഥ സാറും രാകേഷ് സാറും. അമ്മേ,
വരേണ്ടി വന്നു. സാധനം നല്ല വിളി വേണ്ട, രാഹുൽ മതി. പിന്നെ മുതല് മാത്രമേ വരുന്നുള്ളൂ, പലിശ എവിടെ? ഞാനിപ്പോ ജോലിയിൽ സ്ഥിരമായി, ശമ്പളം കൂട്ടി കിട്ടും. അപ്പോ എന്തായാലും അതിനനുസരിച്ച് ഞാൻ പലിശ മുതൽ കറക്റ്റായിട്ട് തന്നു തീർത്തോളാം. മോളെ അനക, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് 2 കൊല്ലം മുന്നേ എൻ്റെ നിന്ന് പൈസ മേടിച്ചത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് കരാറിലാണ് എഴുതി തന്നത്. അത് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചെത്തു. ഇപ്പൊ 2 കൊല്ലം നിനക്ക് വീണ്ടും നീട്ടി തന്നു. ഇനി നീട്ടി തരാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടണം. പൈസ ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, മുതല് തരുന്നില്ലേ? പലിശയും കൂടി ഞാൻ ഒരുമിച്ച് തരാൻ നോക്കാം. തരണം, ഇല്ലെങ്കിൽ ഞാൻ ഒരു വരവും കൂടി വരും. എല്ലാ രീതിയിലും മുതലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, നമുക്ക് ഈ വീട് പറമ്പങ്ങ് വിൽക്കാം. അയാളുടെ പൈസ വീട്ടിട്ട് നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ അറിയാതെ എൻ്റെ പൊന്നു ലക്ഷ്മി കൊച്ചേ കരച്ചിൽ നിർത്ത്. ജീവിതത്തിൽ നിന്ന് എല്ലാവരും ഒളിച്ചോടിയാൽ ശരിയാവൂ. ഈ വീടും പറമ്പ് പറ്റി കഴിഞ്ഞാൽ എത്ര കിട്ടും? അയാൾക്ക് കൊടുക്കള പകുതി പോലും ആവില്ല. എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഷോർട്ടേജ് വന്നത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി. അടുത്ത പ്രാവശ്യം മുതൽ എനിക്ക് എന്തായാലും ശമ്പളം കൂട്ടി കിട്ടുമ്പോൾ എല്ലാം ശരിയാവും. ഇങ്ങനെ കരഞ്ഞു നിന്ന് ഇവിടെ കൊളാക്കാതെ എനിക്ക് വല്ലതും എടുത്തന്നെ. എൻ്റെ വയറ് കുടൽ കരഞ്ഞു തുടങ്ങി വെച്ചിട്ട്. എന്താ കഴിക്ക്, ഈ സ്പ്രൈറ്റ് വേണമെങ്കിൽ കുടിച്ചോ. അനക, കൃഷ്ണ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും മെയിലോ എന്തെങ്കിലും മെസ്സേജ് വന്നിരുന്നോ? ആ സാർ വന്നിരുന്നു. അവരുടെ മെയിലിൽ നമ്മളായിട്ട് കൊളാബ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഡീറ്റെയിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് സാർ. അവർ 25 crore അവർ എമൗണ്ട് പറയുന്നത്. ഓക്കെ, 25 crore എമൗണ്ട് കൂടുതൽ വേറെ എന്തെങ്കിലും കമ്പനി നമുക്ക് കൊളാബ് ചെയ്യുന്നുണ്ടോ? യെസ് സാർ, ആർക്കെയും കമ്പനി നമുക്ക് 25 crore മീതെയാണ് എമൗണ്ട് തരുന്നത്. സർ, ഗുഡ് ഈവനിങ് സാർ. സാർ പറഞ്ഞ ഫയൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇതെന്താണോ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് മുഴുവൻ തെറ്റാ. സോറി സാർ, ഞാൻ ശരിക്കും ചെയ്തത്. സാർ അനക്ക, എന്നോടൊന്നും പറയണ്ട. എന്താ അവിടെ രണ്ടുപേരും? ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, ആംഗ്യ ഭാഷ സംസാരിക്കുന്നത്. എന്താണോ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് മുഴുവൻ കറക്റ്റാണോ? ഇത് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാ. സോറി സാർ, റിയലി സോറി. ഓക്കെ, താൻ പോയി എന്തായാലും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. ചെല്ലേ. അനക, ഞാനിവിടെ കോമഡി പറഞ്ഞു ഇത്ര ചിരിക്കാൻ വേണ്ടിയിട്ട്. സാർ എന്തിനാ സാറേ വെറുതെ ദേഷ്യപ്പെടുന്നത്? പറ്റാത്ത പണിക്ക് നിൽക്കണോ? സഹദേവൻ സാറ് പറഞ്ഞിരുന്നു സാറിന് ദേഷ്യമൊന്നും വരത്തില്ല, കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്ന്. ഈ അച്ഛൻ എന്നെ ഇവിടെ ഇരുത്തി നാണം കെടുത്താനാണോ? അങ്ങനെയൊന്നുമില്ല, ദേഷ്യപ്പെടും. പക്ഷെ അവര് എന്താന്നറിയില്ല, ഇമോഷണലി അവര് മുഖം ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാനും അതിൽ വീണു പോകും. അതെയോ? എന്നാ അതിന് എൻ്റെ ഒരു വഴിയുണ്ട്. അതെയോ? എന്താ വഴി? പറയ്. സാറിന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എതിരെ നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയേ വേണ്ട, അതാ നല്ലത്. യൂത്ത് ഇതാരുടെയാ വണ്ടി? ഗുഡ് മോർണിംഗ് അനക മോളെ, സുഖമല്ലേ? രാഹുൽ സാർ, എനിക്കറിയാം കഴിഞ്ഞ മാസം എനിക്ക് എമൗണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത മാസം ഞാൻ രണ്ടും കൂട്ടി തരാം. അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ്. മോളെ, എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് പൈസ വേണമെന്ന്. എനിക്ക് പലിശ മുതൽ ഒന്നും തരണ്ട, അതിനൊരു വഴിയുണ്ട്. നീ എൻ്റെ കൂടെ പോരെ. ഒന്നാമത്തെ കാര്യം രാഹുൽ സാർ, എൻ്റെ പേര് മോളെന്നല്ല, അനക എന്നാണ്. പിന്നെ ഞാനെന്തിനാ സാറിൻ്റെ കൂടെ വരണം? എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? എനിക്ക് പോണം, എന്നെ വിട്. അവിടെ നിക്ക്. എന്താണത് മോളെ? ഓ ഗോഡ്, അത് അനക്കയില്ലേ? എന്താ അവിടെ? വിടറാവളെ. സിദ്ധാർത്ഥ് സാർ, സാർ എവിടെ? വിടറാവളെ. യോ, ആരാടാ നീ എന്നെ തൊടാൻ മാത്രം? യോ, ഞാൻ ആരാണെന്ന് എന്താണെന്ന് നിന്റെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഒരു കാര്യം, ഇവളുടെ നേരെങ്ങാനും നീ ഇനി വന്നാൽ ഞാൻ ആരാണെന്ന് ശരിക്കും ഞാൻ നിനക്ക് അറിയിച്ചു തരും. ഞാനൊക്കെ ഇപ്പൊ നീ അവളെ കൊണ്ട് പൊക്കോ. നീ ആരായാലും എനിക്കൊരു പുല്ലുമില്ല, അവൾ എന്റേത് മാത്രം. എന്താണതാ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടോ?
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അതൊക്കെ കൊച്ചേ. ഈ ലോകത്തിലെ പകുതി പേരുടെ ചിരി യഥാർത്ഥമല്ലല്ലോ. അവരൊരു മുഖംമൂടി അണിഞ്ഞാ ജീവിക്കുന്നത്. മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ കരുതിയിട്ടുണ്ടാവും, ആരോടൊന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കാതെ. കൂടുതലൊന്നും ചോദിക്കേണ്ട, തൻ്റെ ദുഃഖങ്ങൾ എന്നോട് ഷെയർ ചെയ്യില്ലെന്ന് സാരം. ഓക്കെ, ഞാൻ വിട്ടേക്കാം. അല്ല, നാളെ ട്രിപ്പിനോട് ഇതൊക്കെ താൻ ശരിയാക്കിയോ? എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. റൂമൊക്കെ അവൈലബിൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സാറിനും രാകേഷ് സാറിനുള്ള ഒരേ റൂം തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതും പോരാണ്ട് സ്റ്റാഫിനുള്ള എല്ലാ ഫുഡ്സും അവർ തന്നെ കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറും രാകേഷ് സാറും എന്താ ഒരുമിച്ച് ഒരു റൂമിൽ? ട്രിപ്പ് പോവാണെങ്കിലും കുറച്ച് ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു റൂം തന്നെ മതി എന്ന് പറഞ്ഞേ. എന്തേ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല? അതൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അല്ല, ദേഷ്യം വരാത്ത സാറ് ഇന്ന് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടല്ലോ അയാളോട്. നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റൂ? സാറെന്താ പറഞ്ഞു? ഞാൻ കേട്ടില്ല. തൻ്റെ പിയല്ലേ, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട കുട്ടിയല്ലേ താൻ. എൻ്റെ അച്ഛനാണെങ്കിൽ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ശരിയാവില്ലല്ലോ, അതുകൊണ്ടാ. എന്റെ മോള് കരയാണോ ദൈവമേ? പറ്റുന്നില്ല അച്ഛാ, അനക്ക് തളർന്നു പോവാ. അമ്മയുടെ മുന്നിൽ ഇനിയും സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അയാൾ എന്നോട്. മോളെ അനകെ, നീ കരയാണോ? പുറത്തേക്ക് ഇറങ്ങി വന്നേ, പോവാൻ സമയമായില്ലേ? ആ അമ്മ, ഇതാ വരുന്ന അമ്മേ. ഞാൻ കരയുന്നില്ല. ഞാൻ കൂടിയില്ലെന്ന് കരുതി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത്, എല്ലാം കഴിക്കണം. പിന്നെ എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്, അത് തലയിൽ തേക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കണ്ട തണുത്ത വെള്ളമൊന്നും കുടിക്കരുത്, അസുഖം വരും. മനസ്സിലാവണ്ടോ നിനക്ക്? എൻ്റെ പൊന്നു ലക്ഷ്യമേ, ഞാൻ ചെറിയ കുട്ടികളെ എല്ലാം ചെയ്തോളാം. ബായ്, എനിക്ക് പോവാൻ സമയമായി. ടാറ്റാ. സൂക്ഷിച്ചു പോയിട്ട് വാ മോളെ. ആ, എന്തത് നെഞ്ഞു വേദനിക്കുന്നത്? ഇനി അധികം ദൂരമൊന്നുമില്ല, നമ്മൾ എത്താറായില്ലടാ. വാവ്, എന്ത് ഭംഗിയാ ഈ സ്ഥലമൊക്കെ കാണാൻ. രാജേഷേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സ്ഥലം. സ്ഥലം കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. ഞാനും അവൻ്റെ കൂടെയല്ലേ കിടക്കുന്നത്. അതെന്തായാലും നന്നായി പോയുള്ളൂ, അങ്ങനെ തന്നെ വേണം. ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാവരും നമുക്കിപ്പോൾ കൊണ്ടാടാൻ പോവാണേ. ബായ്. ഓഹ്, ഞാനത് റൂം നമ്പർ ഏതാ എൻ്റെ അടുത്ത് പറഞ്ഞത്? അയ്യോ, ഞാനത് മറന്നല്ലോ. ഈശ്വര, ഇതിൽ എങ്ങോട്ട് പോകും? ഏത് റൂം നമ്പർ അവൾ പറഞ്ഞാവോ? ഇതായിരിക്കും. ഇത് കയറി നോക്കാം. അയ്യോ, ഇവളെന്താ ഇങ്ങനെയൊക്കെ? ആ സാറോ? അല്ല, നോക്കി നിൽക്കാതെ ഇറങ്ങിപ്പോടോ. അതെ, ഒന്നിങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്ക്, അല്ലെങ്കിൽ കതിലടക്കി. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യും. ഇതൊന്നും ആരും കാണിക്കരുത്, ഞാനെ കണ്ടു. ഒന്ന് പോടോ. അയ്യോ, ഇത് കണ്ടോട് പോലും ഞാൻ പോവാ. അയ്യോ, എങ്ങോട്ട് ഞാൻ പോകും? അയ്യോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? എങ്ങോട്ട് ഞാൻ പോകും? കാണാൻ പാടില്ലാത്തൊക്കെ ഞാൻ കണ്ടേ. ഇവനെന്താ കിളി വേറെന്തിരിക്കുന്നു? സിദ്ധു, നിനക്കിതെന്ത് പറ്റി? നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ചിന്തിച്ചിരുന്നു എന്റെ കവിത എഴുതാനാണോ? സ്വപ്നമാണോ സത്യമാണെന്ന് അറിയില്ല. അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ എല്ലാ കിളികളും ഇങ്ങോട്ടേക്ക് പറന്നു പോയിടാ. സത്യമായിട്ടും കാണാൻ പാടില്ലാത്തതായിരുന്നു. നീ ഇത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? വെളിവില്ലാതെ എന്തെങ്കിലും തുറന്നു പറയും, മനസ്സിലാവേണ്ട മനുഷ്യൻ. അത് പിന്നെ നിക്കട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു തുണി പോലും. അയ്യോ, ഇങ്ങനെല്ലാം കുളവാക്കും, എല്ലാം തുറന്നു പറയുന്നു. ഇപ്പൊ എന്തോ ചെയ്യും? ആ സിദ്ധു സാർ എന്റെ അടുത്ത് പറഞ്ഞ ആ സ്വപ്നാണോ? ആര് പറഞ്ഞു? ഞാൻ എപ്പോഴാ പറഞ്ഞേ? എടാ, ആരോടാണ് നീ അങ്ങനെ കണ്ടത്? ഒന്ന് തുറന്നു പറയും, എന്താ ഉണ്ടായേ? അതിപ്പോ എങ്ങനെ പറയാ? സാറ് രാകേഷ് സാറിനെ എങ്ങനെ കണ്ടത്? അത് എന്താണ് സിദ്ധു?
എടാ ഞാനൊന്നും അങ്ങനെ കരുതിയിട്ട് പോകുന്നു. നീ എന്തൊരു മനസ്സിൽ ഇങ്ങനെയൊക്കെ കരുതി വയ്ക്കുന്നത്? അത് എന്നെ അവിടെ ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? വാ നോക്കി നിൽക്കാതെ പാടി ഇവിടെ ഇങ്ങോട്ട് പാടി. അനക്കാ സാർ എന്താ സാർ? ഞാൻ അവനെയാണോ അങ്ങനെ കണ്ടത്? അനക്കെ അടുത്തേക്ക് വേണ്ട സാർ. എന്താ ചെയ്യുന്നത്? നീ എന്നിപ്പോ പറഞ്ഞു അനക്കാ? എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത്? സാറ് ഗേ അല്ലേ? സാറും രാജേഷ് സാറും തമ്മിൽ ബന്ധത്തിലല്ലേ? നിങ്ങൾ ആരോടെ ഇങ്ങനത്തെ അനാവശ്യമൊക്കെ പറഞ്ഞത്? അന്ന് സാർ ഓഫീസിൽ വെച്ച് രാജേഷ് സാറും തമ്മിൽ അന്ന് കണ്ടത് ഞാൻ. അത് കണ്ടിട്ടാണോ മോളെ അനഘയെ നീ തെറ്റിദ്ധരിച്ചത്? അവനും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. പിന്നെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടാ, അത് നീയാ. വാട്ട് സാർ? തമാശയാണെന്ന് തോന്നുന്നുണ്ടോ അനഘ നിനക്ക്? പിന്നെ തമാശയില്ലാതെ വേറെ എന്താ സാർ? ഞാൻ സാറിന്റെ എംപ്ലോയിയാ. എന്നോട് എന്താ താൻ എൻ്റെ എംപ്ലോയി ആയതുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെന്താ? സാറിന് എന്നെ കുറിച്ച് എന്താ അറിയാം? ഞാൻ എന്തുവരെ പഠിച്ചു, എന്ത് ജോലി ചെയ്യുന്നു? സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് മാത്രമേ അറിയൂ. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും സാറിന് അറിയോ? നീ നിന്നെ അറിയാൻ വേണ്ടി ആർക്കെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ടോ അനഘ? എല്ലാം നിന്റെ മനസ്സിൽ മൂടി വെച്ച് നടക്കല്ലേ. എനിക്ക് അനുവാദം തന്നൂടെ നിന്റെ മനസ്സിലൊരു ഇടവും? ഞാൻ നിന്നെ സ്നേഹിച്ചത് അല്ലാതെ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെയോ നിന്റെ ആ ജാതിയോ മതത്തിനെയോ നിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരെയോ അല്ല. ഐ റിയലി ലവ് യു അനഘ. സാർ ഞാൻ പോകുന്നു. അനഘ അനഘ, നീ എന്താ അങ്ങനെ ഇരിക്കുന്നത്? എന്ത് പറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഒന്നുമില്ലടാ, ഞാൻ ഓക്കെയാ. ചെറിയൊരു തലവേദന, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കിടക്കട്ടെ. ആരാ? നമസ്കാരം അമ്മേ, ഞാൻ സിദ്ധാർത്ഥ്, അനഘയുടെ ഓഫീസിലെ. ആ മോനെ, എനിക്കറിയാം. മോള് പറഞ്ഞിട്ടുണ്ട്. വരൂ, ഇരിക്കൂ. മോന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കട്ടെ? അനഘയുടെ അമ്മ, അത് എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ഞാനൊരു കാര്യം പറയാനും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. വളച്ചുകെട്ടില്ലാതെ പറയാം, എനിക്ക് അനഘയെ ഇഷ്ടമാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മോനെ, നടക്കില്ല. മോന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ മോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിലുള്ള അന്തരം മോനെ അറിയാലോ. ഞങ്ങൾ പാവപ്പെട്ടവരാ. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ മോഹം കൊടുത്ത് അത് അവസാനം ഇല്ലാതെ ആകുമ്പോൾ അവൾ ദുഃഖിന്ന് കാണാൻ എനിക്ക് വയ്യ മോനെ. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഒരിക്കലും അവളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല. മോനെ, മോൻ ചതിക്കുമെന്ന് ഞാനൊരിക്കലും പറഞ്ഞില്ല. പക്ഷെ മോൻ്റെ വീട്ടുകാർ ഇതിനൊന്നും സമ്മതിക്കും തോന്നണില്ല. സാഹചര്യം ചിലപ്പോൾ നമുക്ക് അനുകൂലമാവില്ല കുട്ടി. വീട്ടുകാരോട് ചോദിച്ച് അവരുടെ ഇഷ്ടമുണ്ടെങ്കിൽ മോൻ വാ. അപ്പം ഞാൻ എന്തെങ്കിലും തീരുമാനം പറയാം. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ എൻ്റെ വീട്ടുകാരെ കൂട്ടി തന്നെ വരും. അവർക്കൊരു എതിർപ്പുണ്ടാവില്ല ഇതിന്. ഞാൻ പോട്ടെ. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടം. ഉഷേ, നീ എന്തോ പറ്റി പാടി? നീ അവിടെ ഷോക്കായിട്ട് ഇരിക്കുന്നത് എന്താടി? അച്ഛാ, അവൻ അങ്ങനത്തെ കാര്യമല്ലേ പറഞ്ഞേ? അമ്മ ഷോക്കിലേക്ക് പോയെന്ന് തോന്നുന്നു. എടാ, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ഈ കാര്യം. ഏതാടാ പെൺകുട്ടി? വേറെ ആരുമില്ല ഏട്ടാ, എൻ്റെ പിയെ അനഘ. അവളെനിക്കിഷ്ടാ. ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് വിവാഹം ആലോചിച്ചു. അമ്മ പറഞ്ഞു അച്ഛനമ്മയും വന്നും ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. ഓ, അമ്മാന്ന്. എന്തിനാണ് ഇപ്പം വന്ന് പറഞ്ഞത്? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ? ആ കൊച്ചിനെ കെട്ടിയിട്ട് ആ കൊച്ചിൻ്റെ പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയുടെ 28 കണ്ട ക്ഷണം വന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഞങ്ങളുടെ അടുത്ത്? അമ്മ ക്ഷമിക്കമ്മേ, ഞാൻ അവളൊരു മറുപടി പറയാത്ത തന്നെ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചത്. അമ്മ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ്. മതി മതി, മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിന്റെ ഇഷ്ടം തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ ആ കൊച്ചിനെ കുറിച്ച് നിന്റെ അച്ഛൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇഷ്ടം തന്നെയാ. നടക്കട്ടെ എന്തായാലും. താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. ലവ് യു മമ്മി. എന്താ മോനെ, എന്താ മോനെ നീ കരയുന്നേ? ഞാനെടുത്തി എന്ത് പറ്റി? ഇപ്പൊ അനഘ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ആശുപത്രിക്ക് കൊണ്ടുപോയിന്ന് ഡോക്ടർമാരെ പറയണേ സീരിയസ് ആണ്. മോളെ നാനെ കരയാതെ മോളെ. മക്കളെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. എന്തായാലും അനഘമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, അവളുടെ കൂടെ ഉണ്ടാവണം. ചെല്ലേ. സോറി, ഞങ്ങൾ പരമാവധി നോക്കി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അനക്ക് ദിവസങ്ങളായി നീ ഇരിപ്പ് തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് ഭക്ഷണമെങ്കിലും കഴിക്കേ. എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് നീ അതും കേൾക്കുന്നില്ല. ഞാൻ എടുത്തി അങ്ങ് ചെല്ലേ. ഞാൻ സംസാരിച്ചാലും അവിടെ അടുത്ത്. നീ തന്നെ കൊടുക്ക്. അനഘ, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് സന്തോഷമാവോ? നിന്റെ അമ്മ എന്താ ആഗ്രഹിക്കുന്നത്? നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനല്ലേ? നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചിരിച്ചായിരുന്നു ശരി, ഇപ്പോഴും ചിരിക്കണം. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ല അനഘ, മനസ്സിലാവുണ്ടോ? നീ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്. ഞങ്ങളെപ്പോഴും നിന്റെ കൂടെയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. നീ ഇത് കഴിക്കുക. അനക്ക, പ്ലീസ് അനക്ക. മകനെ സിദ്ധാർത്ഥി, ഒന്ന് നിൽക്കുമോ? എന്താ വെച്ചാ? അമ്മയ്ക്കാണ് പറയാനുള്ളത്. ഞങ്ങളുടെ മകനായ സിദ്ധാർത്ഥ സ്നേഹിക്കുന്ന അനഘയുടെ വിവാഹം ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. ആ, ശരിക്കോ? ഞാൻ ഇപ്പൊ തന്നെ അനഘയുടെ അടുത്ത് പോയി പറയട്ടെ, അവൾക്ക് ഹാപ്പിയാവും. ഡേടാ മോനെ, നീ ഒരു മീറ്റിങ്ങിന് ഇറങ്ങിയതല്ലേ, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അവളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. ക്ഷമിക്കണം, ഇത്രയും പെട്ടെന്ന് എല്ലാ പണവും തന്നു തീർക്കാൻ ഞാൻ നോക്കാം. അയ്യോ, ഞാൻ അത്ര വലിയ കുറൂരൊന്നുമില്ല ഈ സമയത്ത് പണത്തിനെ കുറിച്ച് ചോദിക്കാൻ. മോളിവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ തുണയ്ക്ക് ആളുകളിൽ വെച്ചിട്ട് വന്നതാ ഞാൻ. മോൾക്ക് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല, എൻ്റെ കൂടെ പോരെ. എന്താ നോക്കുന്നേ? എൻ്റെ വീട്ടില് എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകുന്നത്. മോള് എൻ്റെ കൂടെ വാ. എനിക്ക് പണമൊക്കെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അനഘ, നീ എന്താടി വിചാരിച്ചേ? പിന്നെ വെറുതെ വിടുന്നോ? എന്നെ തൊടരുത്, എന്നെ തൊട്ട ജീവനോടെ വേണ്ട. അനഘ, അനഘ, അനഘ. സിദ്ധാർത്ഥ സാർ, നമുക്ക് രണ്ടുപേർക്കും ചേരാനുള്ള വിധിയില്ല. അനഘ, സിദ്ധാർത്ഥ സാർ. വാ, വന്ന് വണ്ടി കയറാൻ, നമുക്ക് പോവാം. സാർ, ഞാൻ എങ്ങോട്ടുമില്ല. എൻ്റെ വഴി ഞാൻ തനിയെ തിരഞ്ഞെടുത്തോളാം. ആരും കൂടെ വേണ്ട. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ തനിച്ചാക്കിയിട്ട് പോണെന്ന്. ഇത്രയും വർഷം എൻ്റെ വീട്ടുകാരെ മുഴുവൻ എതിർത്ത് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത് ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നു. സിദ്ധാർത്ഥ സാർ, എനിക്ക് വേണ്ടി സാറിൻ്റെ ഫാമിലി എതിർക്കണ്ട. എൻ്റെ കുടുംബത്തോട് ഞാൻ എതിർത്തത് അവരെ വിട്ട് പോരാനല്ല, നിന്നെ എൻ്റെ കുടുംബത്തിലൊരു അംഗമാക്കാനാ. അനഘ, ആ കുടുംബം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കപ്പോൾ എൻ്റെ പെണ്ണെ അവരുടെ മകളായി അവരുടെ വീട്ടിലേക്ക് വരുമെന്ന്. അവൻ അവരൊക്കെ നിരാശരാക്കി തനിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാം മറക്ക്. നീ ചെയ്തത് മനഃപൂർവ്വമല്ലല്ലോ, നിന്റെ ജീവനും മാനവും രക്ഷിക്കാനല്ലേ. ഞങ്ങൾക്കത് മനസ്സിലാവും. നീ ഇത്ര നാളും മുഖംമൂടി അണിഞ്ഞ് ചിരിയില്ല ചിരിച്ചായിരുന്നത്. ഇനി നീ യഥാർത്ഥത്തിൽ ചിരിക്കണം. അതിന് കാരണക്കാരൻ ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനഘ, ഇതിന് മാത്രം എന്ത് പുണ്യം ഞാൻ ചെയ്തിരിക്കുന്നെന്ന് അറിയില്ല. മനസ്സിലെ പ്രണയം ഒരിക്കലും തുറന്ന് പറയില്ല എന്ന് വിചാരിച്ചത്. സിദ്ധാർത്ഥ സാറിന് പ്രണയം തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും എന്നെ ഇങ്ങനെ പ്രണയിച്ചോണ്ടിരിക്കുന്ന ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് ഇനി വയ്യ. ആ കുടുംബത്തെ വേദനിപ്പിക്കാൻ വയ്യ. I love you, സിദ്ധാർത്ഥേട്ട. കരയാതെ അനഘ,
ഞാൻ എന്നും ഉണ്ടാവും നിന്റെ കൂടെ. ഐ ലവ് യു. I love you too.